ഇത് ഇപ്പോൾ അപൂർവമായി മാത്രം പ്രദേശങ്ങളിൽ ഉള്ള സാധനങ്ങളാണ്. ഇത് കുട്ടികൾക്കും മറ്റും കണ്ടു പഠിക്കുവാനും മറ്റും ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു സ്റ്റാളായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് പോളിമർ കറൻസിയാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് നമ്മൾ സാധാരണ ഭാഷ പറയാൻ ശരിക്കും പോളിമർ എന്നാ പറയുന്നത്. ഈജിപ്തിന്റെ 10 പൗണ്ടാണിത്. പിന്നെ പുതിയ ജനറേഷൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അവർക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റി നമ്മുടെ നാട്ടിൽ ഇത് ഇത്രയും കൊണ്ടുവന്നതിൽ ഒത്തിരി നന്ദി. ഫോട്ടോ നമുക്ക് പ്രിന്റ് ചെയ്യാം, പ്രിന്റ് ചെയ്ത സ്റ്റാമ്പുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന്റെ ഒരു ഷീറ്റിന്റെ ഓർഡർ നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. പുതിയ കുട്ടികൾക്ക് എന്റെ അനിയനായാലും ഇവർക്കൊക്കെ ഒരു ആശ്ചര്യമായിട്ട് നോക്കുന്ന സംഭവമാണ്. പഴയകാല ഓർമ്മകളെ ഇന്ന് നിലനിർത്തിക്കൊണ്ട്, അതായത് ജലചക്രം, ഇതുപോലെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാണ്ട് ഈ കലപ്പ, അങ്ങനെയുള്ള നുകം, ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. കൊല്ലം ജില്ലാ ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ്റെ ഒരു എക്സിബിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കലയപുരം കൂറ്റൂർ കിഴക്ക് NSS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും ബാക്കിയുള്ളവർക്കും എല്ലാം കാണത്തക്കോണമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 100 വർഷത്തിന് മുൻപ് മുതലുള്ള പല പല ഉപകരണങ്ങളും, നാണയങ്ങൾ, സ്റ്റാമ്പ്, കറൻസി, പുരാവസ്തുക്കൾ, ഔഷധസസ്യങ്ങൾ, ഇതെല്ലാം നമുക്കിവിടെ വന്ന് കാണാവുന്നതാണ്. ഇന്നലെയാണ് ഉദ്ഘാടനം. ഇന്നും നാളെയും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ കാണും. എല്ലാവരും വന്ന് സഹകരിക്കണം. ഇതാണ് ചർക്ക എന്ന് പറയുന്നത്. ഇത് മഹാത്മാഗാന്ധി പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ മോഡലാണ് ഈ ചർക്ക. ഇത് ഏറ്റവും പഴക്കം ചെന്ന ഒരു മോഡലാണ്. അതാണ് ഈ ആദ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ബോക്സ് ചർക്ക. ബോക്സ് ചർക്ക എന്ന് പറയുമ്പോൾ ഇത് വലിയ ചർക്ക നമ്മൾ കൊണ്ടു നടന്ന് കാണിക്കാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ട് ഇത് ബോക്സിനകത്താക്കി അങ്ങനെയുള്ള ഒരു ബോക്സിലാണ് ഈ ചർക്ക, രണ്ടാമത്തെ ചർക്ക ഉപയോഗിച്ചിരുന്നത്. അതിനും ആദ്യകാലത്ത് നമ്മളെ തക്കിളി എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. എല്ലാ വീടുകളിലും അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അത് തന്നെ നമ്മുടെ പഞ്ഞി വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ കറക്കി കറക്കി ഓരോ വീട്ടിലും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പഴയ കാലത്ത്. എല്ലാ വീട്ടിലും ഓരോ അതിൻ്റെ ചെടിയും കാണും. ഒരു പരുത്തി എന്ന് പറഞ്ഞ ഒരു ചെടിയും നമുക്ക് എല്ലാ വീടുകളിലും അന്ന് കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ മാറി എല്ലാം പുതിയ സംവിധാനങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഇതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഴമയെക്കുറിച്ച് അറിയാനുമുള്ള ഒരു അവസരമാണ് ഇത് നടത്തുന്നത്. കുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളാണ്. ഇത് കുറെ നാളായിട്ടുള്ള ഈ ഒരു കളക്ഷൻ കാണാൻ പറ്റിയത് വലിയ ഇതുണ്ട്. സ്റ്റാമ്പ്, പടം, പോയിന്റ്സ്, കറൻസി, പേപ്പർ കട്ടിങ്, ഫോട്ടോസ്, സർട്ടിഫിക്കറ്റുകൾ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിയിട്ട് ഫുൾ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് സംസാരിക്കാം. പഴയകാല തീപ്പെട്ടിപ്പടമാണ്. തീപ്പെട്ടിപ്പടം ശേഖരിക്കുന്ന സാർ പേരെന്തെന്ന് പറഞ്ഞേ? യോഹന്നാൻ ഒരിക്കൽ ആണ്ടുപോയ കൊട്ടാരക്കര. എത്ര വർഷമായിട്ട് ഈ ഒരു വർഷം 68 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. 68 മുതൽ ആണ് ഇതിന്റെ പോക്ക്. ഒരുപാട് തീപ്പെട്ടിപ്പടത്തിന്റെ കളക്ഷനുകളുണ്ട്. 5000-ൽ പരം ഉണ്ടല്ലേ? ഇന്ത്യയുടെ ന്യൂ ജനറേഷൻ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ, അതിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ കരകൗശലമായിട്ടുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പകിട ഇരിപ്പുണ്ട്. പണ്ട് രാജാക്കന്മാരൊക്കെ കളിച്ചിരുന്ന പകിട. ഇത് ആറന്മുള കണ്ണാടിയാണ്. ആറന്മുള കണ്ണാടി ഏറ്റവും പ്രശസ്തമായ ഒരു കണ്ണാടിയാണ്. ഇത് തേനീച്ച, ഞങ്ങളുടെ തേനീച്ചയുടെ ഒരു കർഷക കൂട്ടായ്മയുണ്ട്. കൂറ്റൂർ കിഴക്ക് കരയപുരം തേനീച്ച കർഷക ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ 10-50 തേനീച്ച കോളനികളുണ്ട്. അവർ 10-50 പേർക്ക് തേനീച്ച കോളനികളുണ്ട്. 10, 20, 25 വെച്ച് എല്ലാ വർഷവും ഞങ്ങൾ ഇത് പരിപാലിച്ച് വരുന്നുണ്ട്. ഞങ്ങളിവിടെ തേന് ഇവിടെ വിൽപ്പനയ്ക്കുമുണ്ട്. തേന് അതുപോലുള്ള തേൻ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ അവരൊന്നും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. തേനിൻ്റെ ഉൽപ്പന്നങ്ങൾ, പിന്നെ തേൻ എടുക്കുന്ന മെഷീന്, ഇത്
മുഖമൂടി, പിന്നെ പുകയന്ത്രം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾ തേനീച്ചയുടെ ബന്ധപ്പെട്ട കാണിക്കുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് കാണേണ്ട, അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഞങ്ങളുടെ സംഘമായിട്ട് ബന്ധപ്പെട്ടാൽ അതിന് ഉള്ള ക്ലാസ്സുകളും അങ്ങനെയുള്ളതെല്ലാം നടത്തി കൊടുക്കുന്നതായിരിക്കും. നമുക്കിവിടെ ക്രമീകരിച്ചിരിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റാൾ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ, എന്തൊക്കെയാണ് നടത്തുന്നത്? ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും സ്റ്റാമ്പുകൾ സെയിലിനുണ്ട്. പലതരത്തിലുള്ള സ്റ്റാമ്പുകൾ, പ്രത്യേകിച്ച് ഇത് ഫ്രാഗ്രൻസ് സ്റ്റാമ്പാണ്, മണമുള്ള സ്റ്റാമ്പുകൾ. അങ്ങനെ വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകൾ പ്രദർശനത്തിനുണ്ട്. അതുപോലെ തന്നെ മൈ സ്റ്റാമ്പിൻ്റെ സർവീസ് ഉണ്ട്. മൈ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്ത സ്റ്റാമ്പുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഒരു ഷീറ്റിൻ്റെ ഓർഡർ നമുക്കിവിടെ എടുക്കുന്നുണ്ട്. നമുക്കത് ഒരാഴ്ച 2 ആഴ്ചക്കകത്ത്, മാക്സിമം 2 ആഴ്ചക്കകത്ത് നമുക്കത് പോസ്റ്റൽ വഴി അയച്ചു തരും. നമുക്ക് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഇതുപോലെ പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പിക്ചർ പോസ്റ്റ് കാർഡിൻ്റെ ഒരു സർവീസ് ഉണ്ട്. അതായത് നമുക്ക് 6 പോസ്റ്റ് കാർഡുകൾ ഇതേപോലെ പ്രിന്റ് ചെയ്ത, ബാക്കിൽ പ്രിന്റ് ചെയ്ത പോസ്റ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. 6 പോസ്റ്റ് കാർഡിൻ്റെ ഒരു പാക്കേജ് നമുക്ക് ഇതുപോലെ ഇവിടെ സെയിലിനുണ്ട്. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള സർവീസ്. മൈ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സ്റ്റാമ്പാണിത്. ഇത് 12 എണ്ണം ചേരുമ്പോൾ നമുക്ക് 300 രൂപ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ കൗണ്ടറുണ്ട്. അവിടെ അടച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റാമ്പ് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് അവർ തരും. അതനുസരിച്ച് ഇത് നമുക്ക് പോസ്റ്റ് കവറിനകത്ത് ഒട്ടിച്ച് വെളിയിൽ എല്ലായിടത്തും ഒക്കെ അയക്കുകയും ചെയ്യാം. ഇത് പ്രത്യേക ഒരു നമ്മുടെ ആരുടെ ഫോട്ടോ വേണമെങ്കിലും അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓരോ ഫോട്ടോയും ഉണ്ട്, ഓരോരോ ചെടികളുടെയും അങ്ങനെയല്ല കാണിക്കുന്നു. ഇവിടെ നമുക്ക് കുറെ കോയിൻസുകൾ കാണാം. റിപ്പബ്ലിക് ഇന്ത്യയുടെ കോയിൻസും പിന്നെ ഫോറിൻ കോയിൻസ്, വിദേശ രാജ്യങ്ങളുടെ കറൻസികൾ, അതുകൂടാതെ ഈ മിനിയേച്ചർ ഷീറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന സ്റ്റാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സ്റ്റാമ്പ് ഇപ്പോൾ ഒരു സ്റ്റാമ്പ് ആണെങ്കിൽ ആ സ്റ്റാമ്പിന്റെ ഒരു ഷീറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ 5-6 സ്റ്റാമ്പാണ്, അതിങ്ങനെ ഒരു ഷീറ്റായിട്ട് കോമറേറ്റീവ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ മിനിയേച്ചർ ഷീറ്റ്, അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതുണ്ട് ഇവിടെ ഈ നമ്മുടെ കറൻസികളിൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള കറൻസിയാണ് ഇത്. സ്റ്റാർ നോട്ട്, ഈ നമ്പർ പാനലിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റാർ ഉണ്ടാവും. ഇത്തരം നോട്ടുകളുടെ ഒരു കുറേ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ളത്. ഇതെല്ലാം ഇപ്പോൾ ഈ സെയിൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വിൽക്കാനായിട്ട്. വാങ്ങിക്കാം, താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. ഇവിടെ എക്സിബിറ്റ് ചെയ്തത് തന്നെ മിക്കവാറും ഇതിൽ തന്നെ കാണും. പിന്നെ ചിലപ്പോൾ എക്സിബിറ്റ് ചെയ്യാത്തത് ഇതിൽ കണ്ടെന്നിരിക്കും. ഇതിലൊത്തിരി പഴയ ഈ ഫോറിൻ കോയിൻസ് തന്നെ ചിലപ്പം ചിലതൊക്കെ 1900 ആ ടൈമിലേതൊക്കെ ഉണ്ട്. ഈ ജപ്പാന്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള വിദേശ ആഫ്രിക്കയുടെ അങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളുടെയൊക്കെ വളരെ പഴയ കോയിൻസ് അകത്തുണ്ട്, ഈ ഫോറിൻ കോയിൻസിൻ്റെ അകത്ത്. ബാക്കി അതുപോലെ കറൻസിയും ഏതാണ്ട് ഒരു 10-250 ഏറെ രാജ്യങ്ങളുടെ കറൻസി ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആ വിൽപ്പനയ്ക്ക്. അത് പോളിമർ കറൻസി ഉൾപ്പെടെയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ എന്തോ ആണോ, ലീഗലാണല്ലോ. ലീഗലായിട്ട് ഇത് എല്ലായിടത്തും എല്ലാ എക്സിബിഷനിലും ഇവിടെ ഇപ്പോൾ ഡീലർമാർ കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. സാധാരണ ഒരു 8-10, തിരുവനന്തപുരത്തേക്കാണെങ്കിൽ 10-30 അതിലേറെ ഡീലേഴ്സ് വരും. നമ്മുടെ നാട്ടിലെ തന്നെ എക്സിബിഷനുകാർ 8-10 ഒക്കെ ഡീലർമാർ സാധാരണയുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥയുടെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കും ഇവിടെ ഇപ്പോൾ ഡീലർമാർ ഒഴിഞ്ഞത്. ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം വിൽപ്പനയ്ക്കുള്ളത്. ഇത് വിദേശ കറൻസികളാണ്, പല പല രാജ്യങ്ങളുടേതാണ്. അതാണ്ട് ചെറിയ ചൈനയുടെ ഇത്, ചൈനയുടെ കറൻസി. ഇത് പെൻ എന്ന യുവാനാണല്ലോ അവരുടെ കറൻസി. പക്ഷെ അത് ഈ നമ്മുടെ ഈ പൈസ എന്ന് പറയുന്ന പോലെ അവരുടെ പെൻ എന്ന് പറഞ്ഞിട്ട് ഇത് പോയിന്റ് ആണ്, 0.4. അപ്പോൾ അതേ രീതിയിലുള്ള കറൻസികൾ ഇങ്ങനെ പല രാജ്യങ്ങളിലെ, അഫ്ഗാനിസ്ഥാൻ്റെത്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ, ബംഗ്ലാദേശിൻ്റെത്, അങ്ങനെ നിരവധി രാജ്യങ്ങളുടെ ഉണ്ട്. ഏതാണ്ട് 10-250 രാജ്യങ്ങളുടെ കറൻസി അവൈലബിൾ ആണ്. അത് പോളിമറും ഉണ്ട്. പോളിമർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കറൻസി. ഇന്ത്യ ഇതിപ്പോൾ അടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പ്ലാസ്റ്റിക് പോളിമർ ഇതിനകത്തുണ്ട്. ഏതൊക്കെയാണെന്ന് ഇതൊക്കെ ഈ മംഗോളിയയുടെ ഒക്കെ കറൻസിയാണ്. ചെറുതുണ്ട് അവരുടെ തന്നെ, ഇതും അവരുടെ തന്നെയാണ്. വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഇത് ബെലാറസിന്റെ കറൻസിയാണ്.
ഇതിന്റെ ഇടയ്ക്ക് പോളിമർ ഉണ്ട്, ഇതായിട്ടും സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ കാണും പോളിമർ. ഇത് പിന്നെ ജപ്പാന്റെ കറൻസികൾ, കാനഡയുടെ, കംബോഡിയയുടെ, പിന്നെ പല രാജ്യങ്ങളുടെ ഉണ്ട്. ഇതെല്ലാം വിൽപ്പനയ്ക്കാണ്. സ്റ്റാർ കളക്ഷൻ തന്നെ എല്ലാം അത്യാവശ്യം സാധാരണ ഒരു ഡീലറുടെ അടുത്ത് കിട്ടാത്ത അത്രയും കൂടുതൽ സ്റ്റാർ കളക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇതിലിപ്പോ 500ന്റെ ഉള്ളു ഇല്ല, 500ന്റെ എൻ്റെ ഉണ്ട്, ഇതിലില്ല. 200, 100, 10, 50 ഇതെല്ലാം സ്റ്റാർ ഉണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ കൈ വന്ന് മറിഞ്ഞു പോകുന്നുണ്ടാവും, ഈ സ്റ്റാർ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഇത് പോളിമർ കറൻസിയാണ്. പ്ലാസ്റ്റിക് നമ്മൾ സാധാരണ ഭാഷ പറയുന്നത് ശരിക്കും പോളിമർ എന്നാ പറയുന്നത്. ഈജിപ്തിന്റെ 10 പൗണ്ടാണിത്. അപ്പൊ ഇതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാണാനുണ്ട്, വാങ്ങിക്കാൻ പറ്റും. എല്ലാ രാജ്യങ്ങളിലും ഉള്ള എല്ലാ രാജ്യങ്ങളുടെ എന്ന് പറയുന്നില്ല, അത് ചില ഡെഡ് കൺട്രീസിന്റെ ഇതുവരെ ഇവിടെ ഉണ്ട്. സെയറ എന്നൊക്കെ പറയുന്നതില് സിംബാബ്വെ അല്ല റൊഡേഷ്യ അങ്ങനെയൊക്കെ ഉള്ള ചില രാജ്യങ്ങൾ ഒക്കെ ഇപ്പൊ ഇല്ല. സിലോണ് 150 രാജ്യങ്ങളുടെ എന്തായാലും ഇതിനകത്തുണ്ട് കറൻസികൾ. ഇത് 1950 മുതൽ മിന്റ് അനുസരിച്ച് ഒരു മിന്റിൽ 2, 3, 4 കോയിൻ വെച്ച് മിന്റ് അനുസരിച്ചാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. മിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബോംബെ മിന്റ്, കൽക്കട്ട മിന്റ്, പിന്നെ ഹൈദരാബാദ് മിന്റ്. എവിടെയാണ് പ്രിന്റ് ചെയ്തതിന്റെ അടയാളവും അതിന്റെ ഇയർ ബേസ് അനുസരിച്ച് ക്രമത്തിന് ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. 1 പൈസ, 2 പൈസ, 3 പൈസ. എല്ലാം ഇന്ത്യൻ ഇത് ഇന്ത്യൻ നിക്കൽ കോപ്പർ, ഇത് അലൂമിനിയം, ഇത് നിക്കൽ കോപ്പർ, ഇതെല്ലാം 5 പൈസ. ഇയർ ബൈസ് ക്രമത്തിനാണ് വെച്ചിരിക്കുന്നത് മിന്റ് അനുസരിച്ച്. എന്തുകൊണ്ട് ഹൈദരാബാദ്, ബോംബെ, കൽക്കട്ട ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ബോംബെ ഓക്കെ. റയറായിട്ടുള്ളതും ഏകദേശം എത്ര വർഷമായിട്ട് ഈ collection? ഞാനിത് തുടങ്ങിയിട്ട് 22 വർഷമായി. സ്ഥലം എവിടാ? സ്ഥലം കൊട്ടാരക്കര. ഓക്കെ. സ്ഥലം കൊട്ടാരക്കര ഏഞ്ചക്കാട് മൈലം. ഞങ്ങളൊരു ക്ലബിൽ ഒരുമിച്ച് ഒരു 10-20 പേര് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സാധനങ്ങളെല്ലാം അതത് സ്ഥലങ്ങൾ 22 വർഷമായിട്ട് ഞാനിത് കളക്ട് ചെയ്യുന്നുണ്ട് മിന്റ് അനുസരിച്ച്. വളരെ ബുദ്ധിമുട്ടാണ്, റയറൊക്കെ കിട്ടാൻ വളരെ വളരെ പാടാണ്. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കവും സൈസും സർക്കുലേഷനും പരിശോധിച്ച് അതിനെ ക്രമപ്പെടുത്തി അതത് ഓർഡറിലാക്കി മാറ്റുക. ഇത് മൊത്തവും അങ്ങേറ്റം ഇങ്ങേറ്റം എൻ്റെ കളക്ഷനാണ്. പേര് ജയൻ, ഇഞ്ചക്കാട് താമസം. ഇത് രാജഭരണ കാലത്തുള്ളത്. ഇതൊരു കാശ്, ഇത് രൂപ, അന്നത്തെ 1/2 രൂപ വെള്ളി നാണയം. കാലങ്ങളായിട്ടുള്ള കളക്ഷനിൽ ഇത്രയും മനോഹരമായും ഇത്രയും വില പിടിപ്പുള്ളതുമായ സാധനങ്ങൾ കളക്ട് ചെയ്ത് രാമചന്ദ്രപിള്ള ചെന്ന് അശ്രാന്ത പരിശ്രമം നടന്നു. ഇത് മാത്രമല്ല, ഔഷധ സസ്യങ്ങളും വളരെ ശേഖരം വീടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ട്. വളരെ മനോഹരമായി തന്നെ സംരക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഒരു ഉപാസനയായിട്ട് എടുത്തുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ഈ ജോലി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ എല്ലാവരും കാണുന്നതിനും ഒക്കെ സൗജന്യമായി തന്നെ പ്രദർശിപ്പിക്കുകയാണ്. ഇത്രയും വലിയ ഹാളുകളൊക്കെ വാടകയ്ക്കെടുത്ത് സൗജന്യമായി വച്ചിട്ടുള്ള ഇത് കാണുന്നതിന് വേണ്ടി എല്ലാവരെയും ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റവും ചെറിയ സ്വർണ്ണനാണയം വിജയനഗര സാമ്രാജ്യത്തിൽ ഏറ്റവും ചെറിയ സ്വർണ്ണനാണയം. അതുപോലുള്ള ഓരോ മുഗൾ രാജഭരണകാലത്തെയുള്ള നാണയങ്ങൾ. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ പഞ്ചുമാർക്ക് കോയിൻ എന്ന് പറയുന്നത് പഞ്ചുമാർക്ക്. ഇത് വെള്ളിയും ഈയം കൂടെ ചേർന്നുള്ള ലോഹം കൊണ്ടുള്ള 5 മാർക്കാണ് ഇത്. ഇത് നമ്മുടെ സ്വർണ്ണ നാണയമാണ്, രാശി എന്ന് പറയും.
പഴയ രാശി. തിരുവിതാംകൂറും കൊച്ചിയുള്ള സമയത്ത് ഇത് തിരുവിതാംകൂറിൻ്റെ, ഇത് കൊച്ചിയുടെയാണ്. ഈ ലെഡുള്ള വെള്ളി ഈയത്തിൻ്റെ അംശമുള്ള കോയിലാണ്. അതുപോലെ ഇതെല്ലാം ഓരോരോ പ്രത്യേകതകളുള്ള. ഇത് പത്മനാഭൻ പത്മനാഭ സ്വാമിയുടെ അനന്തശയനമാണ് ഈ നാണയം. ഇതിലെ ഒരു 10-20 വെറൈറ്റീസ് അനന്തശയനം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പലതും ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെയുള്ള കുറേ കൂടുതൽ നാണയങ്ങളാണിത്. വെള്ളിപ്പണം 4 കാശ് 8 കാശ് തല രാജാവിൻ്റെ തലയുള്ള ഒരു ചക്രം, സെഞ്ചുറിയിലുള്ള നാണയങ്ങളാണ് ഈ കാണിക്കുന്നത്. ഏറ്റവും പഴക്കം ചെന്ന നാണയത്തിന് പകരമായിട്ട് 80 കവടി ചേരുമ്പോഴായിരുന്നു ഒരു പണം. ഇത് 80 കവടിയാണിത്. ഇത് ചേർന്നതാണ് ഈ ഒരു പണമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് പഴയ കാലത്തെ ആദ്യത്തെ ഈ നാണയത്തിന് മുൻപുള്ളതാണ് ഈ കവടി എന്ന് പറയുന്നത്. പിന്നീടാണ് പണമൊക്കെ ആയത്. ഇത് 16 കാശ് ചേരുമ്പോൾ ഒരു ചക്രം. ഇത് 28 ചക്രം ചേരുമ്പോഴാണ് 1 രൂപ. ഇത് 64 ഓട്ടക്കാലന് അല്ലെങ്കിൽ പൈസ എന്ന് പറയും. അത് 64 ചേരുമ്പോൾ 1 രൂപ. ഇത് 100 നയാ പൈസ 1 രൂപ. 2 അരയണ 1 അണ, 16 അണ 1 രൂപ. പിന്നെ ഇതൊക്കെ ആദ്യം കാലത്തുള്ള 1 രൂപ നോട്ടുകളാണ്. 1 രൂപ മുതൽ 2000 രൂപ വരെയുള്ള നോട്ടുകളെല്ലാം ഉണ്ട്. ഇത് നാണയം പലയെന്ന് പറയും. നാണയം പണ്ട് കാലത്ത് ഈ ഈ ഈ ഇതിനകത്ത് വാരി ഇട്ടിട്ട് നമ്മളങ്ങ് നിരത്തിട്ട് അങ്ങ് തിരിച്ചിടുമ്പോഴാണ്. പിന്നെ ഇത് വെള്ളിച്ചക്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്, ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 500 നാണയം നമ്മൾ 1-2 നെല്ലുന്നതിന് പകരമായിട്ട് ഈ പലയിലിട്ടിട്ട് തിരിച്ചിട്ട് കഴിയുമ്പോൾ 500 നാണയം കിട്ടും. പഴയ കാലത്ത് ട്രഷറിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ബോർഡായിരുന്നു. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി 100-ൻ്റെ ഉണ്ട്, 500-ൻ്റെ ഉണ്ട്, അങ്ങനെ 200-ൻ്റെ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ബോർഡുകളുണ്ട്. ഇതാണ് ഓണവില്ലെന്ന് പറയുന്നത്. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവോണത്തിൻ്റെ 2 ദിവസം മുമ്പ് ഈ ഒരു വിഭാഗം ആൾക്കാരാണ് ഇത് പണിഞ്ഞ്, ഇത് കടമ്പ് തടിയിലാണ് ഇത് പണിയുന്നത്. ഇത് കടമ്പ് തടിയിൽ പണിഞ്ഞിട്ട് ഇത് ഈ പച്ചിലയുടെ കളർ ചേർത്ത്, പച്ചില ആണ്, പെയിൻറ്റിങ് അല്ല, അതാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കടമ്പ് തടിയിലാണ്. ഇത് ഓടപ്പൂ എന്ന് പറയും. അമ്പലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓടപ്പൂ എന്ന് പറയും. ബുദ്ധ സന്യാസിമാർ ടിബറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണിത്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഇവിടെ നെഗറ്റീവ് എനർജി ആണെങ്കിൽ മാറി പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടും. ഓങ്കാര ശബ്ദമാണ് കേൾക്കുന്നത്. പഴയ കാലത്ത് റെയിൽവേ സിഗ്നലിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിളക്കാണിത്. ഇതിനകത്ത് അന്ന് മണ്ണെണ്ണ ഒഴിച്ച് ഇതിനകത്ത് കത്തിക്കുക. അപ്പോൾ ഇത് റെഡ് സിഗ്നലായിരിക്കും. അപ്പോൾ ഇതാണ് അന്ന് സിഗ്നലിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോസ്റ്റൽ മുദ്രകളാണിത്. പോസ്റ്റൽ മുദ്ര എന്നാൽ ഇത് സീൽ ചെയ്യുന്ന ശംഖായിരുന്നു. അതിൻ്റെ മുദ്രയാണിത്. അതുപോലെ തന്നെ ഇത് ആനയുടെ മുദ്രയാണ്. പഴയകാലത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരുവിതാംകൂറുള്ള സമയത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുള്ള ഒരു സീലുകളാണിത്. ഇത് അതുപോലെ തന്നെ ആ സീലുകളാണിത്. ഇത് ഓരോ പോസ്റ്റ് ഓഫീസിലും ഉള്ള സീലുകളാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ 10-ാം തീയതി ഇറക്കിയ കവറാണിത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു സ്പെഷ്യൽ കവറാണിത് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതും 10-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ പോസ്റ്റൽ കാർഡ്. അതും 10-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ഒക്കെ കാണാൻ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ ഇവിടെ ഉള്ളവർ ചോദിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കി പറഞ്ഞു തരും അവർ. പഴയ തലമുറക്കാർക്ക് ഇത്രയും കുറേയും കൂടെ അറിയാൻ വെക്കും ഇതിനെക്കുറിച്ച്. പക്ഷെ പുതിയ കുട്ടികൾക്ക് ഇപ്പം എൻ്റെ അനിയനായാലും ഇവർക്കൊക്കെ ഒരു ആശ്ചര്യമായിട്ട് നോക്കുന്ന സംഭവമാണ്. ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനൊരു സാധനം വന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഇത് ജലചക്രം എന്ന് പറയും. ഇത് പണ്ട് കാലത്തല്ല, ഇപ്പോഴും ചിലയിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുട്ടനാടൻ സൈഡുകളിൽ വെള്ളം ഒരു വയലിൽ നിന്നും ഒരു കണ്ടത്തിൽ നിന്നും അടുത്ത കണ്ടത്തിലേക്ക് വെള്ളം
ചവിട്ടി വിടുന്ന ഒരു ഉപകരണമാണ്. ഇത് 4 കാല് കയർത്തിയിട്ട് അതിനകത്ത് ആൾ കയറി നിന്നിട്ട് ഇത് ചവിട്ടുകയാണ്. ചവിട്ടിയാണ് ഈ വെള്ളം അടുത്ത അടുത്ത നിലത്തിലേക്ക് വിടുന്നത്. ഇത് പഴയ കാലത്തല്ല, ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പം പമ്പ് സെറ്റൊക്കെ വന്നപ്പം അതിൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും ചില സ്ഥലത്ത് കറണ്ടൊന്നും കിട്ടാത്ത സ്ഥലത്ത് ഇതിപ്പം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചെരുപ്പും തെളി എന്ന് പറയും. പഴയ കാലത്ത് നമ്മൾ നിലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കട്ട ഉടയ്ക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഉപകരണമാണ്. കട്ട ഇത് നോകം വെച്ച് കെട്ടി കാളയും കൊണ്ട് വലിയ നിലപ്പടിക്കും, കട്ട അടിക്കും. അത് പൊഴിയില്ല. അത് കഴിഞ്ഞിട്ട് പൊഴിക്കല പോയാണ് അത് പൂട്ടി നമ്മൾ നെല്ല് വിത്ത് വിതച്ചുകൊണ്ടിരുന്നത്. അത് ഇത് മരം എന്ന് പറയും. ഇത് നിലം നികത്തിയിട്ട് നമ്മൾ പൂട്ടി അടിച്ചിട്ട് അത് നിരപ്പാക്കിയിട്ട് വേണം നമുക്ക് നെല്ല് വിത്ത് പാകേണ്ടുന്നത്. അതിന് നെല്ല് വിത്ത് പാകുന്നതിന് വേണ്ടിയിട്ട് ഇത് നിരപ്പാക്കാനുള്ള ഒരു വെള്ളത്തിലെ ഉപയോഗമാണ് ഇത്. മറ്റേത് കരയ്ക്കാകുമ്പം മറ്റേ അത് കട്ട ഉടയ്ക്കുന്ന ചെരുപ്പും തെളി എന്ന് പറയും. ഇതാണ് മോഹം. ഇതിനകത്താണ് 2 കാളന്മാർ 2 സൈഡിലും കെട്ടിയിട്ടാണ് അത് അതിൽ നിന്നും കയറെടുത്താണ് നമ്മൾ ഈ മരം അതുപോലുള്ള കൂട്ടുന്ന ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഓണാട്ടുകര തൂമ്പ. ഇത് ഇഞ്ചിയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു തൂമ്പയാണ്. നമ്മുടെ പഴയ കാലത്തെ കുഴത്തൂമ്പ എന്ന് പറയുന്നതാണ് ഇത്. കുഴത്തൂമ്പയാണിത്. ഇതാണ് പൊഴിക്കലപ്പ, ഏറ്റവും ചെറിയ കലപ്പ. ഇത് തടി കൊണ്ടുള്ളതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നെല്ലല്ല വിത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതാണ് പഴയ കാലത്തെ കലപ്പയെന്ന് പറയുന്നത്. ഇതിലാണ് 2 നഖം വെച്ച് കെട്ടി, ഒരു നഖം വെച്ച് കെട്ടിയിട്ട് 2 വശത്തും കാളയെ കെട്ടി ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഔഷധ ചെടികളെ പറ്റി ഒന്ന് ചെറിയ രീതിയിലൊരു പരിചയം. ദശപുഷ്പം, കറുക, കയ്യോന്നി, ഉഴിഞ്ഞ, ചെറുള, തിരുതാളി, മുക്കുറ്റി, മുയൽ ചെവിയൻ, പൂവാങ്കുറുനില, നിലപ്പന, വിഷ്ണുക്രാന്തി. ഇത് 10 കൂട്ടമാണ് നമ്മുടെ ദശപുഷ്പം എന്ന് പറയുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദശപുഷ്പം 10. ഇനി അടുത്ത ആരോഗ്യപ്പച്ച എന്ന് പറഞ്ഞ ഈ ചെടി, ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ആരോഗ്യപ്പച്ച. ഇതിൻ്റെ ഒരു ഇലയോ ഒരു കായോ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ആഹാരവും കഴിച്ചില്ലെങ്കിലും അതിന് നമുക്ക് ക്ഷീണം തോന്നത്തില്ല. ഇതിൻ്റെ മെഡിസിനിൽ പാലോട് ബോട്ടാണിക്കൽ ഗാർഡന് ഇറക്കിയിട്ടുണ്ട്. ഇത് പല ഉപയോഗങ്ങളുമുണ്ട്. ഇത് പഴയ കാലത്തെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കണ്ടിരുന്നുള്ളൂ. ഇതിൻ്റെ ഉപയോഗം ഇതനുസരിച്ച് മെഡിസിനൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കി. പക്ഷേ ഇന്നും നാളെയും കൂടെ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും കാണുന്നവരെ എല്ലാവരും വന്ന് കാണണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു.